ഇത്തവണ ആട് 3 ഷാജി പാപ്പനും പിള്ളേരും തൂക്കുമെങ്കിലും ശരിക്കും സീൻ തൂക്കാൻ പോകുന്നത് വിനായകന്റെ ഡ്യൂഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. മൈസൂർ റോക്കറ്റ്. അതെ, മൈസൂർ റോക്കറ്റ്. ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധത്തിൽ ഹൈദരലിയും മകൻ ടിപ്പു സുൽത്താനും ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് വെപ്പൺ ആയിരുന്നു ഈ പറയുന്ന മൈസൂർ റോക്കറ്റ്. ഫസ്റ്റ് അയൺ കേസിംഗ് ഉള്ള ഈ റോക്കറ്റ് ബ്രിട്ടീഷുകാർക്ക് അത്യാവശ്യം ഡാമേജ് ഉണ്ടാക്കി. യുദ്ധത്തിന് ശേഷം ഇതിന്റെ ബാക്കി വന്ന ഭാഗങ്ങളെല്ലാം വെച്ച് ഇതിന്റെ ടെക്നോളജി പഠിച്ചാണ് ആദ്യത്തെ കോൺഗ്രീവ് റോക്കറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കോൺഗ്രീവ് റോക്കറ്റ്സ് ബ്രിട്ടീഷുകാർ ആദ്യമായി ഉപയോഗിച്ചത് US-ലോട്ടാണ്. ഈ US-ൽ ഇതിന്റെ ഇമ്പാക്ട് അത്രയും വലുതായിരുന്നു. ഇൻഫാക്ട് US-ന്റെ നാഷണൽ ആന്തത്തിൽ വരെ ഈ കോൺഗ്രീവ് റോക്കറ്റ്സിനെ കുറിച്ച് ഒരു ഭാഗമുണ്ട്. വിനായകന്റെ ഡ്യൂഡാണ് ആട് 3 ഇത്തവണ തൂക്കാൻ പോകുന്നതെന്ന് പറയാനുള്ള കാരണം ഇന്നലെ ഇറങ്ങിയ നമ്മുടെ സുൽത്താൻ എന്ന് പറഞ്ഞ സോങ് തന്നെയാണ്. ആക്ച്വലി ഇത് കേൾക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു ഹുക്ക് ലൈൻ ഉണ്ട്. ഷേർ ഹേ സുൽത്താൻ. നമ്മുടെ ടിപ്പു സുൽത്താന്റെ ടൈറ്റിലായിരുന്നു ഷേർ എ മൈസൂർ, അതായത് മൈസൂറിന്റെ ടൈഗർ ഓഫ് മൈസൂർ. ഇതെല്ലാം കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിനായകനാണ് ടിപ്പു സുൽത്താൻ എന്ന് എനിക്ക് തോന്നുന്നു. സോ ദാറ്റ്സ് എ ഫൺ ഫാക്ട് ഓൺ ആട് 3. ടേക്ക് കെയർ.